ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഈ മാർച്ച് മാസം 9-ാം തീയതി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ഇത്രത്തോളം പേർക്ക് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി കരേറ്റാം. ചുരുക്കം ചിലരാണെങ്കിലും ഈ ഏകസത്യ ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ കർത്താവ് വീണ്ടും അവസരം നൽകി. അതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പ്രിപ്പയറായി വന്ന ഒരു സന്ദേശമാണ്. അതിനു മുമ്പുള്ള ആഴ്ചകളിൽ പ്രത്യേകമായിട്ട് ഈ വിഷയം ചിന്തിച്ച് മനസ്സിൽ വന്ന ധ്യാനിച്ച വിഷയങ്ങളാണ് അല്പസമയം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതം മാത്രമല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിങ്സ് ദാറ്റ് റിയലി മാറ്റർ. ശരിക്കും എൻ്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ദൈവവചനത്തിന്റെ ആധാരമായിട്ട് അല്പസമയം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ജനറലി ചിന്തിച്ചാൽ, സാധാരണകരമായി ചിന്തിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആത്മീകം മാത്രമല്ല, നമ്മുടെ സാധാരണ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? അത് ഷോർട്ട് ടേം ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണോ, അതോ ലോങ് ടേം ആയിട്ടുള്ള ദീർഘ സമയത്തേക്ക് നിലനിൽക്കുന്ന വിഷയങ്ങളെയാണോ നാം പ്രാധാന്യം കൊടുക്കുന്നത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ തീർച്ചയായിട്ടും നാം ഏവരും പറയും, ദീർഘസമയത്തേക്ക് ഏറ്റവും കൂടുതൽ നാൾ നിൽക്കുന്ന വിഷയങ്ങളായിരിക്കും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഇന്നത്തെ ദിവസം മാത്രം സംഭവിക്കുന്ന വിഷയം, എന്നെ ബാധിക്കുന്ന വിഷയത്തിനാണോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്? അതോ ഈ ഒരു മാസം, അല്ലെങ്കിൽ ഈ ഒരു വർഷം, അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ, ഞാൻ ഈ ലോകത്തിലായിരിക്കുന്ന സമയം മുഴുവൻ ആ വിഷയങ്ങൾക്കായിരിക്കുമോ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെയും ഉത്തരം എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലോങ് ടേം കാര്യങ്ങൾ, ദീർഘമായിട്ട് കൂടുതൽ സമയം നിലനിൽക്കുന്ന കാര്യങ്ങളായിരിക്കും നാം പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ലോകപരമായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. തിങ്സ് വിച്ച് ലാസ്റ്റ് ലോങ്കർ വുഡ് സ്റ്റേ വിത്ത് us. ആ കാര്യങ്ങളാണ് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തത്. അത് നമ്മുടെ ബന്ധങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്സ്. നമുക്കറിയാം, സ്ട്രേഞ്ചേഴ്സ്, പരിചയമില്ലാത്ത നാം സഞ്ചരിക്കുമ്പോൾ, ഈ ഹാളിൽ പുറത്ത് നാം ജീവിതം ജീവിക്കുമ്പോൾ അനേകം ആൾക്കാരെ നാം എല്ലാ ദിവസവും കാണാറുണ്ട്, അല്ലേ? ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ അനേകം ആൾക്കാരെ കാണാറുണ്ട്. എന്നാൽ അവരെയൊക്കെയും അടുത്ത ദിവസം കാണുമോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരുടെ മുഖം പോലും പലപ്പോഴും ഓർമ്മയിൽ രജിസ്റ്റർ ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. കാരണം പ്രാധാന്യം അത്രയും കൊടുക്കുന്നില്ല. എന്നാൽ അവിടെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, അവരെ എല്ലാ ദിവസവും കാണുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പോകുന്നുണ്ട്. അതുകൊണ്ട് നാളെയും അവരെ കാണണം, അവരുമായിട്ട് ഇടപെടണം, അല്ലെങ്കിൽ അവർ സംസാരിക്കണം, എൻ്റെ ജീവിതം അവരോട് ഒത്ത് മുമ്പോട്ട് കൊണ്ടുപോകണം, ജോലി ചെയ്യണം. അതുകൊണ്ട് അതിന് കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട്. അതിലും കൂടുതൽ പ്രാധാന്യമുള്ളത് മറ്റു ബന്ധങ്ങളാണ്. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, കുഞ്ഞുങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, അവർക്ക് നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? ലോങ് ടേം റിലേഷൻഷിപ്സ് ആണ്, കൂടുതൽ സമയം നിൽക്കുന്ന, നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങളാണ്. അപ്പോൾ തിങ്സ് ദാറ്റ് റിയലി മാറ്റർ ഇൻ അവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംതിങ് വിച്ച് സ്റ്റേസ് ത്രൂ ഔട്ട്, നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് നിലനിൽക്കുന്ന വിഷയങ്ങൾക്കാണ് ഈ ലോകപരമായിട്ട് പോലും നാം പ്രാധാന്യം കൊടുക്കുന്നത്. നാം മാത്രമല്ല, ഈ ലോകത്തിൽ വിശ്വാസികളും അവിശ്വാസികളും എത്ര ജനങ്ങളുണ്ടെങ്കിലും നീണ്ടു നിൽക്കുന്ന വിഷയങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ലോങ്കർ കോൺട്രാക്ട്സ്, ഒരു ദിവസത്തെ കോൺട്രാക്ടിനോ ഒരു മാസത്തെ കോൺട്രാക്ടിനോ ആണോ പ്രാധാന്യം? ഒരു വർഷത്തെ കോൺട്രാക്ടിനാണോ പ്രാധാന്യം? 20 വർഷത്തെ കോൺട്രാക്ടിനാണോ പ്രാധാന്യം? തീർച്ചയായിട്ടും 20 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ഉടമ്പടി, ഒരു കോൺട്രാക്ടിനായിരിക്കും പ്രാധാന്യം, ലോകപരമായിട്ടും നാം ചിന്തിച്ചാൽ. എന്നാൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പശ്ചാത്തലത്തിൽ നാം ഒരു വാക്യം വായിക്കാം. അവിടെ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് നാം പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾ, ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഒരു വാക്യം ആധാരമായിട്ട് വായിക്കാം. അതാണ് ഇന്നത്തെ സന്ദേശത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആധാരമായിട്ട് ഇരിക്കുന്നത്. അതിന്റെ വിശദീകരണം അല്പസമയം
നമുക്കത് ധ്യാനിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വായിക്കാം 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. 2 Corinthians chapter 4 and verse 18. ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. ആരെങ്കിലും മലയാളത്തിൽ ഉച്ചത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. While we look not at the things which are seen, but at the things which are not seen, for the things which are seen are temporal, but the things which are not seen are eternal. ദൈവനാമത്തിന് മഹത്വം. അതിന്റെ 2-ാം ഭാഗത്ത് നാം വായിച്ചത് ഇങ്ങനെയാണ്: കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. For the things which are seen are temporal, but the things which are not seen are eternal. നമുക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. 4-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒടുവിലത്തെ വാക്യമാണ്: കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. അല്പസമയം നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ശ്രമിക്കുന്ന വിഷയം ഇതാണ്. ഇതെന്താണ് ഇതിന്റെ അർത്ഥം? കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തത് നിത്യമാണ്. അനേക വിഷയങ്ങൾ ലോകപരമായിട്ട് തന്നെ നമുക്ക് ഇതിനോട് അനുബന്ധിച്ച് ചേർന്ന് ചിന്തിക്കുവാൻ സാധിക്കും. കാണുന്നത് എല്ലാം താൽക്കാലികം, കാണാത്തത് എല്ലാം നിത്യമാണ്. നമ്മുടെ അല്പമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ബുദ്ധിയിൽ പലപ്പോഴും നമുക്കിത് ഉൾക്കൊള്ളുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ദൈവവചനം യാതൊരു വിശദീകരണവും ആവശ്യമില്ലാതെ സ്പഷ്ടമായിട്ട് പറയുന്ന വിഷയം ഇതാണ്: നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം കാണുന്ന വിഷയങ്ങൾ എല്ലാം തന്നെ ഒന്നുപോലും ഒഴിച്ചുകൂടാതെ താൽക്കാലികമാണ്, ടെമ്പററി ആണ്. നമുക്കറിയാം, അതിന്റെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ടെമ്പററി, താൽക്കാലികം എന്ന് വെച്ചാൽ നിലനിൽപ്പില്ലാത്തതാണ്, നശ്വരമാണ്, യാതൊരു വിലയും കൊടുക്കുവാൻ അർഹതയില്ലാത്തതാണ്. മറിച്ച് കാണാത്തത് നിത്യമാണ്. നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത വിഷയങ്ങളെല്ലാം നിത്യതയിലുള്ളതാണ്, എപ്പോഴും നിലനിൽക്കുന്നതാണ്. ഈ ലോകത്തിൽ നാം കാണാത്ത വിഷയം, നമുക്ക് കാണുവാൻ കഴിയാത്ത വിഷയം, അത് നിത്യതയിലുള്ള വിഷയങ്ങളാണ്. ഇതിനെയാണ് ആധാരമാക്കി ചില കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഉദാഹരണങ്ങൾ എടുത്ത് ചില ജീവിതങ്ങൾ പരിശോധിച്ച് നമുക്ക് കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചില ആശയങ്ങൾ മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആദ്യമായിട്ട് നാം ചിന്തിക്കുവാൻ പോകുന്നത്, ചില കഥാപാത്രങ്ങൾ ദൈവവചനത്തിലുണ്ട്. അവര് ഈ ലോകപരമായിട്ടുള്ള ഈ ആദ്യത്തെ ഭാഗം അവർ ചില കാര്യങ്ങളൊക്കെയും കണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്ത് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. അതിന്റെ പരിണിത ഫലങ്ങൾ, കോൺസിക്വൻസസ് എന്തായി തീർന്നു എന്നുള്ളത് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ഫസ്റ്റ്ലി we'll look at people, characters from the Bible who saw certain things in this world. ഈ ലോകത്തിൽ ചില കാര്യങ്ങൾ അവർ കണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. അതിന്റെ പരിണിത ഫലങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. പരിചയമുള്ള ഭാഗങ്ങളായിരിക്കും എല്ലാം. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ വായിച്ച് ചിന്തിച്ച് മുമ്പോട്ട് പോകുവാൻ സാധിക്കും. പ്രാരംഭമായിട്ട് നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം അതിന്റെ 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 29 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് അവന് എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിനെ എന്ന് പറഞ്ഞു. ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തന്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവ് യാക്കോബും വയലുകൊണ്ടുള്ള ആയുസ്സും കൊടുത്തു. അവൻ ഭക്ഷിച്ചു, പാനം ചെയ്തു, ഇതിനെ ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ
അലക്ഷ്യമാക്കിയതാണ്. ദൈവനാമത്തിന് മഹത്വം. വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. യേശാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച, യാക്കോബിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ് നാം ഇവിടെ കാണുന്നത്. അതിന്റെ വിശദീകരണത്തിന് ആവശ്യമില്ല. അവിടെ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ച വിഷയം ഇതാണ്. നമ്മൾ ഈ വാക്യങ്ങളിൽ വായിച്ചു 29 മുതൽ താഴോട്ട് വായിച്ചത് ഇങ്ങനെയാണ്. യേശാവ് ചെയ്ത ഒരു വിഷയം, ഒരു സാധനം കണ്ടു. എന്താണ്? ചുവന്ന പായസം കണ്ടു. യേശാവ് ചുവന്ന പായസം കണ്ടിട്ട് അതിനോടുള്ള വാഞ്ചയോടെ ചില തീരുമാനങ്ങൾ എടുത്തു. തനിക്ക് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കാത്ത ജ്യേഷ്ഠാവകാശം താൻ അവിടെ അലക്ഷ്യമാക്കി കളഞ്ഞു, വിട്ടുകളഞ്ഞു. അപ്പോ യേശാവിന് കാണുവാൻ സാധിച്ചത് എന്താണ്? ചുവന്ന പായസം. ചുവന്ന പായസം യേശാവ് കണ്ടു. യേശാവ് സോട്ട് ദി റെഡ് പോട്ടേജ്. ആ കാര്യം കണ്ടിട്ട് തനിക്ക് കാണുവാൻ സാധിക്കാഞ്ഞ വിഷയം, ആ നിമിഷങ്ങളിൽ തനിക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാഞ്ഞ വിഷയം തന്റെ ജ്യേഷ്ഠാവകാശമാണ്. ദൈവം നൽകിയ ബർത്ത് റൈറ്റ്, ജ്യേഷ്ഠാവകാശം താൻ ആ രീതിയിൽ അലക്ഷ്യമാക്കി അത് വിട്ടുകളഞ്ഞ വിഷയമാണ് നാം വായിച്ചത്. എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? യേശാവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംഭവം യാക്കോബിന്റെ ജീവിതത്തിലും സംഭവിച്ച ഒരു സംഭവമാണ്. ഈ രീതിയിൽ താൻ ആ ചുവന്ന പായസം കണ്ടപ്പോൾ ടെമ്പററി ആയിട്ടുള്ള, താൽക്കാലികമായിട്ടുള്ള ആ പായസം കണ്ടപ്പോൾ, ഇന്ന് കാണുന്ന പായസം നാളെയും തനിക്ക് അവൈലബിൾ ആയിരിക്കാം, പിന്നെയും അത് എത്ര തവണ വേണേ ഉണ്ടാക്കാം, എത്ര തവണ വേണേ അതിനെക്കുറിച്ച് തനിക്ക് വാഞ്ചിച്ച് കഴിക്കുവാൻ സാധിക്കും. എന്നാൽ അവിടെ ആ നിമിഷത്തിൽ ജ്യേഷ്ഠാവകാശവും പായസവും തമ്മിൽ ഒരു തുലനം ചെയ്ത് തനിക്ക് അത് വിജയിക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കേണ്ടിയ, ഓർക്കേണ്ടിയ വിഷയം ഇതാണ്. ലോകപരമായിട്ട് യേശാവ് ആ നിമിഷങ്ങളിൽ കണ്ടത് ആ പായസത്തെ ആണെങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്റെയും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നമ്മള് ലോകപരമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഈ പായസം പോലത്തെ വിഷയങ്ങൾ നമ്മുടെ മുമ്പേ വരാം. നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്ന കാര്യം ഇതാണ്. വളരെ ക്ഷീണിച്ച് ദാഹിച്ച് വരണ്ട് വളരെ ബുദ്ധിമുട്ടി വന്ന ഒരു വ്യക്തിയാണ്. തനിക്ക് വളരെ വിശപ്പുണ്ട്, ക്ഷീണിതനാണ്. ആ അവസ്ഥയിലാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആ ഒരു പദാർത്ഥം, ആ ചുവന്ന പായസം താൻ കാണുന്നത്. സാധാരണ ഒരു അവസ്ഥയിലല്ല താൻ ആയിരിക്കുന്നത്. അത്രമാത്രമുള്ള ആ ഒരു അവസ്ഥയിൽ താൻ ആ പായസം കണ്ട് അതിൽ വീണു പോകുന്ന അവസ്ഥയാണ്. താൻ മറന്നത് എന്താണ്? തനിക്ക് കാണുവാൻ സാധിക്കാത്ത ജ്യേഷ്ഠാവകാശം. അതെങ്ങും എഴുതി വെച്ചിരിക്കുന്ന കാര്യമല്ല. അത് പായസം പോലെ കണ്ണിന്റെ മുൻപിൽ കാണുവാൻ പറ്റുന്ന സാധനമല്ല. ദൈവം സ്വർഗത്തിൽ നിന്ന് താൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ, ആദ്യജാതനായി വന്നപ്പോൾ ജ്യേഷ്ഠാവകാശം കൊടുത്ത വിഷയമാണ്. ആ വിഷയം താൻ ആത്മീകമായിട്ട് ഓർത്തെടുക്കണം. ഞാൻ എന്താണ് ഇവിടെ ട്രേഡ് ചെയ്യുന്നത്? എന്താണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്? എന്താണ് ഇവിടെ ഓൺ ദ ലൈൻ? എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം? ജ്യേഷ്ഠാവകാശം താൻ മറന്ന്, കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ മറന്ന്, തനിക്ക് അന്നേരം കാണാൻ പറ്റുന്ന പായസത്തെ മാത്രം കണ്ട് ഒരു തീരുമാനം, വലിയ തീരുമാനം ആ ജീവിതത്തിൽ എടുത്തു. അതിന്റെ ഫലങ്ങളൊക്കെയും നമുക്ക് അറിയാവുന്ന വിഷയങ്ങളാണ്. നമുക്ക് ഓർക്കുവാനുള്ള വിഷയം, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നേക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ ചില കാര്യങ്ങൾ ഈ പായസം പോലെ നമുക്ക് പ്രിയപ്പെടുന്ന, നാം താല്പര്യപ്പെടുന്ന ചില വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ നമുക്ക് കാണുവാൻ സാധിക്കുമായിരിക്കും. നമുക്കത് എടുക്കുവാൻ സാധിക്കുമായിരിക്കും. അത് ലഭ്യമായിട്ട് വരുമായിരിക്കും. എന്നാൽ ദൈവവചനം യേശാവിലൂടെ, ഈ വചനങ്ങളിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, കാണാൻ സാധിക്കാത്ത, നിലനിൽക്കുന്ന ദൈവത്തിങ്കിൽ നിന്നുള്ള ചില കാര്യങ്ങൾ, അവകാശങ്ങൾ നാം ട്രേഡ് ചെയ്തിട്ട് അതിന് കച്ചവടമാക്കി അത് കൊടുത്തിട്ട് ആയിരിക്കരുത് നാം ഈ കാര്യങ്ങൾ ഏൽക്കുവാൻ വേണ്ടി. പായസം പിന്നെയും അവൈലബിൾ ആയിരിക്കും. നമുക്ക് കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ പിന്നെയും നമുക്ക് അവൈലബിൾ ആയിരിക്കും. എന്നാൽ കാണാത്ത കാര്യം, ഈ ജ്യേഷ്ഠാവകാശം പോലെ അതിനെ നമുക്ക് വിട്ടുകളയുവാൻ നാം പാടില്ല. പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ഉൽപ്പത്തി പുസ്തകം തന്നെ 19-ാം അധ്യായത്തിലുണ്ട്. ജെനസിസ് ചാപ്റ്റർ 19. മറ്റൊരു വ്യക്തിത്വം, ആ ജീവിതത്തിൽ സംഭവിച്ച വ്യത്യസ്തമായ മറ്റൊരു കാര്യം 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലാണ്. വേഴ്സ് 26, 26-ാം വാക്യം.
But his wife from behind him looked back and she became a pillar of salt. ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് നാം കാണേണ്ടിയത് വിഷയമാണ്. എന്താണ് ലോത്തിന്റെ ഭാര്യ കണ്ടത്? തിരിഞ്ഞു നോക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞ് നോക്കി. She looked back. എങ്ങോട്ടാണ് തിരിഞ്ഞു നോക്കിയത്? ആ അവസ്ഥ നമുക്കറിയാം. ഉന്മൂലനാശനം ചെയ്ത ആ നഗരത്തിലേക്കാണ് തിരിഞ്ഞ് നോക്കിയത്. അല്പസമയത്തേക്കുള്ള ടെമ്പററി ആയിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള മനസ്സിൽ വന്ന ഒരു ചിന്തയാണ് തിരിഞ്ഞു നോട്ടം. എന്താണ് നോക്കിയത്? തന്റെ ഭവനം, തന്റെ പറമ്പ്, തന്റെ നന്മകൾ, തന്റെ ആ നഗരം ഉന്മൂലനാശനമായി. അവിടെ എന്നെ ചിന്തിപ്പിച്ച വിഷയം ഇതാണ്. ആ നഗരമോ ആ ഭവനമോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ആ രീതിയിൽ കാണുവാൻ സാധിച്ചെങ്കിൽ ഓക്കെ. എന്നാൽ അതിന് മുമ്പ് തന്നെ അത് ഉന്മൂലനാശനം ചെയ്തു എന്ന് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അതിനു മുമ്പുള്ള വാക്യങ്ങളിൽ അതിലേക്ക് പോലും തിരിഞ്ഞു നോക്കുന്ന ഒരു ലോത്തിന്റെ ഭാര്യ. നാം പലപ്പോഴും ലോത്തിന്റെ ഭാര്യയെ വളരെ താഴ്ത്തി കെട്ടി നമ്മളെയൊക്കെ വളരെ ഉയരത്തിൽ വെക്കുന്നവരാണ്. നാം ഒക്കെയും ചിന്തിക്കും, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, ഞാൻ ഒരിക്കലും ആ അവസ്ഥയിലായിരുന്നെങ്കിൽ രക്ഷപ്പെടുവാനേ നോക്കത്തുള്ളൂ, തിരിഞ്ഞു നോക്കത്തില്ല എന്നുള്ളത്. എന്നാൽ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നാം ആയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമുക്കൊന്ന് അവലോകനം ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ്? കർത്താവ് പറഞ്ഞിരിക്കുന്ന എത്രയോ വിഷയങ്ങളിൽ, തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞ വിഷയങ്ങളിൽ, നിങ്ങൾ ശ്രദ്ധിക്കരുത് എന്ന് പറയുന്ന വിഷയങ്ങളിൽ നാം എത്രയോ തവണ തിരിഞ്ഞു നോക്കുന്നവരാണ്. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് നമ്മോട് സംസാരിച്ച എത്രയോ തവണ നീ ഈ കാര്യം ചെയ്യരുത്, ആ സ്ഥലത്തേക്ക് പോകരുത്, ഈ വിഷയത്തിൽ ഏർപ്പെടരുത്, അതിൽ പോകരുത്, ഈ കാര്യം സംസാരിക്കരുത്, ഇങ്ങനെ ഇടപെടരുത്, ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാം എത്ര തവണ ആ കാര്യം റിപ്പീറ്റ് ചെയ്ത് നമ്മുടെയൊക്കെയും ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാണ്. ലോത്തിന്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ സംഭവിച്ചത് നാം വായിച്ചു, ഉപ്പുതൂണായിട്ട് മാറി. ഇന്ന് ദൈവാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം നാം ഒക്കെയും ഉപ്പുതൂണാവാത്തതാണ് നമ്മുടെ പ്രശ്നം. ദൈവം ഉപ്പുതൂണാക്കി മാറ്റാത്തതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നാം കൃപായുഗത്തിലായതാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം കർത്താവ് പഴയ നിയമത്തിൽ ഇടപെട്ട രീതിയിൽ നമ്മോട് അത്രയും കർക്കശമായിട്ട് ഇന്ന് ഇടപെടുന്നില്ല എന്നാണ് നമ്മുടെ വിഷയം. ഉപ്പുതൂണായിരുന്നെങ്കിൽ അടുത്ത ആളെങ്കിലും നന്നായി ചിന്തിക്കുവാനുള്ള അവസരം ഉണ്ടായെന്ന്. ഇന്ന് കർത്താവിന്റെ കൃപമേൽ കൃപയായതുകൊണ്ട്, കൃപയുടെ മേൽ കൃപയായതുകൊണ്ട്, യാതൊരു അർഹതയില്ലാതെയും കർത്താവ് കൃപ ചൊരിഞ്ഞു കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഈ രീതിയിൽ ഈ ഹാളിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ലോത്തിന്റെ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഉപ്പുതൂണായി മാറി. നമ്മുടെ ജീവിതത്തിൽ കാണുന്നതിനെ മാത്രം ശ്രദ്ധിച്ച്, കാണാത്തതിനെ, കർത്താവ് നൽകിയതിനെ നാം അവഗണിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളാണ് നാം വായിച്ചത്. ഉപ്പുതൂണായി മാറി. നാം ഇങ്ങനെ ചിന്തിക്കുക, എത്രയോ തവണ ഉപ്പുതൂണായി മാറേണ്ടിയ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. എത്രയോ തവണ നാം നിർജീവമായി പോകേണ്ട അവസ്ഥയിൽ കർത്താവിന്റെ കൃപയിൽ മാത്രമാണ് ഇന്നും നാം നിലനിൽക്കുന്നത്. എന്നാൽ ഒരിക്കലും കർത്താവിന്റെ കൃപയെ തുച്ഛമായിട്ട് നാം വിചാരിക്കാതെ, കർത്താവിനെ ആ രീതിയിൽ അവഗണിക്കാതെ, വചനത്തെ അവഗണിക്കാതെ, വരും ദിവസങ്ങളിൽ നമ്മളെ തന്നെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തിരിഞ്ഞു നോക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ലോത്തിന്റെ ഭാര്യ ചെയ്തതുപോലെ നാം ഈ കാണുന്ന ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഓരോരുത്തരുടെയും വിഷയങ്ങൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങൾ വ്യത്യസ്തമാണ്. കുടുംബത്തിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സഭയിലെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. സമൂഹ ജീവിതം വ്യത്യസ്തമാണ്. നമ്മുടെയൊക്കെയും ഈ വ്യത്യസ്തമായ തലങ്ങളിൽ കാണുന്നതിനെ മാത്രം ശ്രദ്ധിച്ച് ലോകപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാതെ ദൈവത്തിങ്കിലേക്ക് വരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അനേക ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം കൂടെ മാത്രം ഈ കാണുന്നതിന്റെ വിഷയത്തിൽ പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 26-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26 verses 14 down to 16. മത്തായി 26-ന്റെ 14 മുതൽ 16 വരെ.
മതി 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 മതി. നാം വായിച്ച അടുത്ത പരിചയമുള്ള ഭാഗമാണ് 14 മുതൽ 16 വാക്യങ്ങൾ. യൂദാ ഇസ്കറിയോത്ത ചെയ്ത ഒരു വിഷയം. താൻ എന്താണ് അവിടെ കണ്ടത്? താൻ 30 വെള്ളിക്കാശ് കണ്ടു. ജൂഡാസ് ഇസ്കറിയോത്ത് saw 30 pieces of silver, 30 silver coins. 30 വെള്ളിക്കാശ് കണ്ടിട്ടാണ് താൻ കർത്താവിനെ കാണിച്ച് കൊടുത്തത്. വളരെ വ്യക്തമായിട്ട് ഫിനാൻഷ്യലി നാം ചിന്തിച്ചാൽ, സാമ്പത്തികമായി ചിന്തിച്ചാൽ, പണപരമായ വിഷയങ്ങൾ ചിന്തിച്ചാൽ, കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ഏതിലാണ് ശ്രദ്ധിക്കുന്നത്. 30 വെള്ളിക്കാശിൽ തന്റെ കണ്ണുകൾ പതിഞ്ഞു. 30 വെള്ളിക്കാശിനെ കുറിച്ചാണ് ആ യൂദാ ഇസ്കറിയോത്ത് അവിടെ ചിന്തിച്ചത്. 30 വെള്ളിക്കാശിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ താൻ കൂടെ കണ്ടോണ്ടിരുന്ന കർത്താവിനെ പോലും മറന്നുപോയി. തനിക്ക് കാണുവാൻ സാധിച്ചത് ആ വെള്ളിക്കാശാണ്. തനിക്ക് കാണാൻ സാധിക്കാഞ്ഞത് ദൈവമായിട്ടുള്ള നിത്യമായിട്ടുള്ള ബന്ധമാണ്. തനിക്ക് കാണുവാൻ സാധിച്ചത് ഈ 30 വെള്ളിക്കാശാണ്. തനിക്ക് കാണുവാൻ സാധിക്കാഞ്ഞത് കർത്താവിന്റെ സ്നേഹമാണ്. തനിക്ക് കാണുവാൻ സാധിച്ചത് 30 വെള്ളിക്കാശാണെങ്കിൽ തനിക്ക് കാണുവാൻ സാധിക്കാഞ്ഞത് കർത്താവ് നിത്യതയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ അഗെയിൻ നാം പറയുന്നത് പോലെ, ലോത്തിന്റെ ഭാര്യയെ നാം ക്രിട്ടിസൈസ് ചെയ്യുന്നത് പോലെ, കുറ്റം പറയുന്നത് പോലെ, യൂദാസിനെയും നാം പറയും ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല, ഒരിക്കലും 30 വെള്ളിക്കാശിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുകയില്ല, ഒരിക്കലും എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കത്തില്ല. എന്നാൽ വളരെ ദുഃഖത്തോടെ ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾക്ക് ചുറ്റും നമ്മുടെ മധ്യത്തിലും എത്രയോ തവണയിൽ നാം ഈ രീതിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നു. എത്രയോ വിഷയങ്ങളിൽ നാം ഈ ലോകപരമായിട്ടുള്ള പണം എന്ന് പറയുമ്പോൾ ഈ 30 വെള്ളിക്കാശ് അക്ഷരികമായിട്ട് ഒരു കൈക്കൂലിയായിട്ട് മറ്റാരെങ്കിലും വാങ്ങിക്കും എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ലോകത്തിൽ പണം ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ പണം ഉപയോഗിച്ച് അതിന്റെ പെരുമയിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന, അഹങ്കരിക്കുവാൻ സാധിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അതിന് പ്രാധാന്യം കൊടുത്ത് ലോകപരമായിട്ടുള്ള എന്റെ പണത്തിൽ ഞാൻ ആശ്രയിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നിത്യമായിട്ടുള്ള ദൈവമായിട്ടുള്ള എന്റെ ബന്ധമാണ് നാം അവഗണിക്കുന്നത്, ഞാൻ മറന്ന് പോകുന്നത്. അതിന്റെ ഒക്കെ കോൺസിക്വൻസ്, പരിണിത ഫലങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അതിലേക്കൊന്നും പോകാത്തത്. യൂദായുടെ അന്ത്യം നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൃപയോടെ നമ്മളെ നടത്തുന്നു, അത് നല്ല കാര്യമാണ്. എന്നാൽ ദൈവവചനം നാം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന വിഷയം ഇതാണ്: നാം കാണുന്നത് താൽക്കാലികമാണ്, കാണാത്തതാണ് നിത്യമായിട്ടുള്ള കാര്യം. നമുക്ക് വളരെ പ്രലോഭനം നൽകുന്ന, നമുക്ക് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നൽകുന്ന ചില വിഷയങ്ങളാണ് ഇതൊക്കെ. അതൊക്കെയാണ് ഏശാവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അതാണ് ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത്, അതാണ് ഇവിടെ യൂദാ ഇസ്കറിയോത്തേക്ക് സംഭവിച്ചത്. നമുക്കും വ്യത്യസ്തമല്ല, നമുക്കും ഇതെല്ലാം സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നുവെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ വ്യക്തികളൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നാം ഇവരെ കുറിച്ച് വായിക്കുന്നു. നമ്മുടെയൊക്കെയും ജീവചരിത്രം കർത്താവിന്റെ ആത്മാവ് മറ്റൊരു സ്ഥലത്തിൽ എഴുതി വെച്ചാൽ, കർത്താവിന്റെ ആ കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ചാൽ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്താൽ എത്രയോ തവണ നാം ഈ കാണുന്നതിനെ കുറിച്ച് ചിന്തിച്ച് ശ്രദ്ധിച്ച് കാണാത്ത കർത്താവിന്റെ ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ അവഗണിച്ച് മുമ്പോട്ട് പോകുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടാവാതെ വരും ദിവസങ്ങളിൽ നന്നായി ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറുവശം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. കാണുന്നതിനെ കണ്ട് ആ ഒരു പരിണിത ഫലം അനുഭവിച്ച 3 വ്യക്തികളെയാണ് നാം ഇപ്പോൾ കണ്ടത്. എന്നാൽ അതേസമയം നാം ചിന്തിച്ച വിഷയം, കാണാത്ത വിഷയങ്ങളെ പ്രാധാന്യം കൊടുത്ത്, അൺസീൻ തിങ്സ്, ഇൻവിസിബിൾ തിങ്സ്, അവരുടെ കണ്ണുകൊണ്ട് കാണുവാൻ സാധിക്കാത്ത, യാതൊരു ഐഡിയയും ഇല്ലാത്ത വിഷയങ്ങളിൽ മുമ്പോട്ട് പോയ ചില വ്യക്തി ജീവിതങ്ങളും നമ്മുടെ ഈ വചനത്തിൽ തന്നെ ഉണ്ട്. അവരെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വിഷയങ്ങളും നമുക്കൊന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സസ് 8 down to 10. അവിടെ
പരവാസികളായ ആ. ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ആ. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. മതി വിശ്വാസത്താൽ മതിയോ മതി. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ നാം വായിച്ചത് വിശ്വാസത്താൽ എബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ തുടങ്ങി. നാം മനസ്സിലാക്കേണ്ട വിഷയം, വിശ്വാസത്താലാണ് താൻ യാത്ര പുറപ്പെട്ടത്, തന്റെ കാഴ്ചയാലല്ല. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. എബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച വിഷയമാണ്. തനിക്ക് തന്റെ സ്വന്തം നാട്, സ്വന്തം വീട് വിട്ട് പുറത്തേക്ക് പോകുവാൻ, ഒരു അന്യദേശത്തേക്ക് പോകുവാൻ കർത്താവ് കൽപ്പിച്ചപ്പോൾ കർത്താവിന്റെ ആഗ്രഹം മനസ്സിലാക്കി തനിക്ക് കാണുവാൻ സാധിക്കാത്ത, യാതൊരു ഐഡിയയും ഇല്ലാത്ത, എവിടേക്ക് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിൽ താൻ തന്റെ വീടും കൂടും നാടും എല്ലാം വിട്ട് വിശ്വാസത്താൽ ഇറങ്ങി പുറപ്പെട്ടു. എന്താണ് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്? താൽക്കാലികമായിട്ടുള്ള തന്റെ വീട്, താൽക്കാലികമായിട്ടുള്ള തന്റെ പറമ്പ്, തന്റെ ആ സമയത്തുള്ള താൻ ഒരു പ്രമാണിയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ സമയത്ത് തനിക്കുള്ളതെല്ലാം വിട്ട് താൻ അറിയാത്ത, പരിചയമില്ല എന്ന് മാത്രമല്ല, എങ്ങോട്ട് പോകുന്നു എന്ന് പോലും അറിയാത്ത അവസ്ഥയിലേക്ക്, ഒരു സ്ഥലത്തേക്ക് താൻ അവിടെ യാത്ര ആരംഭിക്കുകയാണ്. എബ്രഹാമിനെ കുറിച്ചാണ് നാം വായിച്ചത്. അൺസീൻ തിങ്സ്, തനിക്ക് കാണുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ. എന്നാൽ എബ്രഹാം മനസ്സിലാക്കിയ വിഷയം നാം കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചത് ഇതാണ്: കാണാത്തതോ നിത്യമാണ്. തനിക്ക് കാണാൻ സാധിക്കാത്ത ചില വിഷയങ്ങൾ കർത്താവ് കാണുന്നുണ്ടെന്നും, കർത്താവ് കാണുന്ന വിഷയങ്ങളാണ് നിത്യമായിട്ടുള്ള വിഷയമെന്നും എബ്രഹാമിന് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സത്യം ഇതാണ്: മനുഷ്യനായിരിക്കെ നാം കാണുന്നത് താൽക്കാലികമായിരിക്കുമ്പോൾ തന്നെ ദൈവം കാണുന്നത് നിത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ കാഴ്ചയിൽ നാം വിശ്വസിക്കുമ്പോൾ നിത്യമായിട്ടുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പോകുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് പരിചയമില്ലാത്ത വഴിയിൽ നമുക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. നമുക്ക് പരിചയമുള്ള വഴി എന്താണ്? നമ്മുടെ നാടും നമ്മുടെ കൂടും നമ്മുടെ ജോലിയും എനിക്ക് പരിചയമുള്ള ആൾക്കാരുമാണ് എൻ്റെ കാണുന്ന വിഷയങ്ങൾ. എന്നാൽ ഞാൻ കാണാത്ത വിഷയങ്ങളിൽ ഇറങ്ങണമെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഈ വിശ്വാസം വേണം. കാണാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വിശ്വാസം വേണം. എനിക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ അതിരുകളാണ്, എനിക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ പട്ടണമാണ്, എനിക്ക് കാണുവാൻ സാധിക്കുന്നത് എൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്. എന്നാൽ ദൈവത്തിന് അതിലും മുകളിൽ കാണുവാൻ സാധിക്കും. ദൈവത്തിന് ചില പദ്ധതികൾ എന്നെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും കർത്താവിന് അത് കണ്ട് എനിക്ക് വേണ്ടി അത് ഒരുക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വഴികൾ എനിക്ക് എൻ്റെ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ തന്നെ വിശ്വസിക്കുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എനിക്കുണ്ടാവുന്നത്. നമുക്കറിയാം, എബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇതിലൂടെ ഉണ്ടായി. നമുക്കിങ്ങനെ ചിന്തിക്കുവാൻ സാധിക്കും, എബ്രഹാം തന്റെ ആ ദേശത്ത് തന്നെ നിന്നായിരുന്നെങ്കിൽ, തന്റെ ആൾക്കൂട്ടത്തിൽ തന്നെ താൻ അവിടെ ജീവിച്ചായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ ശബ്ദം കേട്ടില്ലായിരുന്നെങ്കിൽ ഈ രീതിയിൽ അനുഗ്രഹം ഒരിക്കലും എബ്രഹാമിന് ഉണ്ടാവാൻ സാധ്യതയില്ല. കർത്താവിലുള്ള വിശ്വാസത്താൽ തനിക്ക് കാണുവാൻ സാധിക്കാത്ത ദേശത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ് ഇന്ന് നാം ലോകമെമ്പാടും എബ്രഹാമിനെ കുറിച്ച് ജനങ്ങൾ വായിക്കുമ്പോൾ തന്റെ പിതാവിനെ പോലെ തന്നെ കാണുന്നത്, വിശ്വാസികളുടെ പിതാവിനെ പോലെ തന്നെ കാണുന്നത്. ആ രീതിയിലുള്ള വിശ്വാസം കാഴ്ചവെച്ചത് കാണാത്ത കാര്യങ്ങൾ. നമുക്കറിയാം, എബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കാണാത്ത കാര്യങ്ങളിലുള്ള ഉറപ്പാണ് വിശ്വാസം. അല്ലെങ്കിൽ നാം ആ രീതിയിൽ നമുക്ക് ദൃഷ്ടിയാൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിഷയങ്ങളിലാണ് വിശ്വാസത്തിന്റെ ആവശ്യകത ഉള്ളത്. മറ്റൊരു വ്യക്തിത്വം നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 54 മുതൽ 60 ഉള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ നാം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന വ്യക്തിത്വം സ്തെഫാനോസ് ആണ്. അവിടെ സംഭവിച്ച ആ രംഗം നമുക്ക് നന്നായിട്ട് അറിയാം. തന്റെ ജീവിതത്തിൽ സംഭവിച്ച ആ വിഷയം, താൻ ദൈവത്തിന്റെ വേലയിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പ്രഘോഷിപ്പിക്കുമ്പോൾ അവിടെ സംഭവിച്ച വിഷയം നമുക്ക് നന്നായിട്ട് അറിയാം. ചുറ്റുമുള്ള ആൾക്കൂട്ടം കല്ലുകൾ എടുത്ത് തന്റെ മേൽ എറിയുകയാണ്. അവിടെ സ്തെഫാനോസിന് സ്വാഭാവികമായിട്ട് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? വാട്ട് ക്യാൻ സ്റ്റീഫൻ
at that point of time see with his naked eyes. തന്റെ കണ്ണുകൾ കൊണ്ട് എന്താണ് കാണുവാൻ സാധിക്കുന്നത്? സ്തേഫാനോസിന് കാണുവാൻ സാധിക്കുന്നത് സ്വാഭാവികമായിട്ട് ആ കല്ലുകളിലാണ്, ആ ഏറുകളാണ്, സ്റ്റോൺസ് ആണ്, കല്ലുകളാണ് താൻ കാണേണ്ടത്. എന്നാൽ ആ ഭാഗം നാം വായിക്കുമ്പോൾ 54 മുതൽ 60 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്തേഫാനോസ് കണ്ടു എന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നത് സ്തേഫാനോസ് കണ്ടു. സ്വർഗത്തെ കാണുവാൻ തനിക്ക് സാധിച്ചു. നമുക്ക് ഊഹിക്കാവുന്ന വിഷയങ്ങളേ ഉള്ളൂ. സ്വർഗം ഭൂമിയിൽ നിന്ന് കണ്ട സ്തേഫാനോസ്, സ്വർഗത്തിന്റെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. തന്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് തനിക്ക് സ്വർഗം കാണുവാൻ സാധിച്ചു. സ്വർഗം തുറന്നിരിക്കുന്നത് തനിക്ക് കാണുവാൻ സാധിച്ചു. എത്രയോ വലിയ ഒരു കാഴ്ചയാണ്. തനിക്ക് അക്ഷരികമായിട്ട് ആ കല്ലുകളാണ് കാണേണ്ടത്, സ്റ്റോൺസ് ആണ്. തന്റെ മേൽ അത് എറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ട് അതിന്റെ ആഘാതം, അതിന്റെ വേദന താൻ അനുഭവിക്കുകയാണ്. തന്റെ ആ ദൃഷ്ടിയാൽ കാണുവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഈ കല്ലുകൾ. അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സാധിക്കും. എന്നാൽ സ്തേഫാനോസിന് മനസ്സിലായി ഇത് താൽക്കാലികമായിട്ടുള്ള വിഷയമാണ്, ഇത് ടെമ്പറൽ ആണ്, സ്ഥായിയായിട്ടുള്ള വിഷയമല്ല. ഈ കല്ലുകൾക്ക് ഒരു അവസാനമുണ്ട്, ഈ ഏറിനൊക്കെയും ഉള്ള അവസാനമുണ്ട്. എന്നാൽ നിത്യമായിട്ടുള്ള വിഷയം സ്വർഗത്തിലാണ്. സ്വർഗീയ ദർശനം തനിക്ക് കാണുവാൻ സാധിച്ചു ഈ ലോകത്തിൽ വെച്ച് തന്നെ. നമുക്ക് എന്താണ് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നത്? ദൈവത്തിന്റെ വേലയിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവവിശ്വാസികളായിട്ട് നാം ഈ ലോകത്തിൽ ജീവിതം ജീവിക്കുമ്പോൾ, കല്ലുകൾ നമുക്ക് നേരെ വന്നാലും, എതിർപ്പുകൾ നമുക്ക് നേരെ വന്നാലും, നമുക്ക് കാണുവാൻ സാധിക്കേണ്ടത് ക്രിസ്തുവിനെയാണ്, സ്വർഗത്തെയാണ്, മുകളിലുള്ളതാണ്, ആകാശത്തിലുള്ളതാണ്. ഈ വിഷയങ്ങൾ നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. നാം കാണുന്നത് എന്താണ്? താൽക്കാലികമായിട്ടുള്ള ഈ എതിർപ്പാണോ, ഈ കല്ലുകളെയാണോ, അതോ സ്വർഗീയമായിട്ടുള്ള വിഷയങ്ങളെയാണോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും ഈ ഭാഗങ്ങളിൽ ഇല്ലല്ലോ എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ മുമ്പോട്ട് നീങ്ങുകയാണ്. അവസാനമായിട്ട് വളരെ പരിചയമുള്ള മറ്റൊരു ഭാഗം നമുക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 12 and verse 2. എബ്രായർ 12:2. സ്വാതന്ത്ര്യത്തിന്റെ നായകനും പൂർത്തിവെക്കുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൽ ചെയ്തു. ദൈവനാമത്തിന് മഹത്വം. ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് അനുകരിക്കുവാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ഒരു ദൈവമുണ്ടെങ്കിൽ, ഒരു മനുഷ്യമുണ്ടെങ്കിൽ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ എന്തു ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. അപമാനം അലക്ഷ്യമാക്കി. തന്റെ ലക്ഷ്യം ആ അപമാനമേ അല്ലായിരുന്നു. ആ രീതിയിലുള്ള മാനം ലഭിക്കുന്നത് തനിക്ക് ലക്ഷ്യമായിട്ടില്ലായിരുന്നു. എന്നാൽ തന്റെ ഒരേ ഒരു ലക്ഷ്യം, ഒരേ ഒരു ഓർമ്മ ഇതാണ്, നമ്മെ കാണണം. തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം നമ്മെയൊക്കെ വിടുവിക്കണം. ആ ഒരു സന്തോഷം മുൻപിൽ വെച്ച് കർത്താവ് അപമാനം അലക്ഷ്യമാക്കി. തന്റെ മുൻപിൽ കാണാൻ സാധിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പാപം കാണാം, ശത്രുക്കളായിരിക്കുന്ന മനുഷ്യനെ കാണാം, ദൈവവിരോധികളായിരിക്കുന്ന മനുഷ്യനെ കാണാം, ദൈവ വഴിയിലേക്ക് വരാത്ത മനുഷ്യനെ കാണാം. എന്നാൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കട്ടെ, ഇന്നും ആ ഒരു കർത്താവിന്റെ ക്രൂശിന്റെ മരണവും കർത്താവ് ഇത്രയൊക്കെയും ചെയ്തിട്ടും കർത്താവിനോട് എതിർത്ത് നിൽക്കുന്ന മനുഷ്യൻ, വീണ്ടും പാപം ചെയ്ത മനുഷ്യൻ, ഈ സമയങ്ങളിലും ഒക്കെയും ഭാവിയിൽ വീണ്ടും ഇവര് എതിർത്ത് നിൽക്കും എന്നൊക്കെ കർത്താവിന് അന്നേ കാണാൻ സാധിക്കും. അതെല്ലാം കാണാതെ തനിക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം എന്താണ്? ഒരു കൂട്ടം, ഒരു ജനം എന്നെ അറിഞ്ഞ് മടങ്ങി വന്ന് എന്നെ സ്തുതിക്കും, എന്നെ ഓർക്കും, എന്നെ സ്നേഹിക്കും, ഈ ദൈവത്തോട് അടുത്തു വരും, ആ ഒരു നിരപ്പ് പ്രാപിക്കും, ആ ബന്ധം സ്ഥാപിക്കും. ആ ഒരു സന്തോഷത്തിലാണ് താൻ മറ്റേതെല്ലാം, അപമാനം എല്ലാം അലക്ഷ്യമാക്കി തീർന്നത്. ഹി സോ ദി അൺസീൻ. ആ കാണാൻ കഴിയാത്ത കാര്യങ്ങൾ തനിക്ക് കാണുവാൻ സാധിച്ചു. ദിവ്യമായിട്ടുള്ള വിഷയങ്ങൾ, അതിലൂടെ ഉണ്ടായ അനുഗ്രഹങ്ങൾ നമുക്ക് എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. ഹി ഡിഡ് നോട്ട് സീ ദ ക്രോസ്, but he saw the joy set before him. കർത്താവ് ആ ക്രൂശിനെ അല്ല കണ്ടത്, മറിച്ച് അവന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമാണ്. ആ ക്രൂശിനെ കർത്താവ് കണ്ടിരുന്നെങ്കിൽ, ക്രൂശിന്റെ വേദനകളെ മാത്രം കർത്താവ് കണ്ടിരുന്നെങ്കിൽ, ക്രൂശിൽ താൻ അനുഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ മാത്രമായിരുന്നു കർത്താവിന്റെ ശ്രദ്ധയെങ്കിൽ, ഒരിക്കലും നമുക്ക് ഈ രീതിയിൽ കടന്നു വരുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ എന്റെ കർത്താവ്, നമ്മുടെയൊക്കെയും കർത്താവ് തന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ഒരു സന്തോഷം നമ്മളെയൊക്കെയും കണ്ട്
കർത്താവ് അതെല്ലാം സഹിച്ച് മുമ്പോട്ട് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. നാം ആദ്യമായിട്ട് വായിച്ച വാക്യം ഒരിക്കൽ കൂടെ നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നാം നമ്മോട് തന്നെ വ്യക്തിപരമായിരുന്ന് ചോദിക്കേണ്ട ചോദ്യം, നാം ഏതിനെയാണ് കാണുന്നത്? ഏതിനെയാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ പ്രാരംഭ ഭാഗത്ത് നാം വായിച്ചത് ഇങ്ങനെയാണ്: കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. സ്വാഭാവികമായിട്ടുള്ള ചോദ്യം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, ഈ കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ എങ്ങനെയാ നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുന്നത്? തിങ്സ് വി cannot see, how can we wait for? അവിടെ നാം വായിക്കുന്നത്, we look not at the things which are seen but at the things which are not seen. നമുക്ക് കാണുവാൻ സാധിക്കാത്ത വിഷയങ്ങളെ നോക്കി പാർത്തിരിക്കുകയാണ്. സ്വർഗം നമുക്ക് കാണുവാൻ സാധിക്കുമോ? ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഈ ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? വിശ്വാസത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? സ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? പ്രത്യാശയെ നമുക്ക് കാണുവാൻ സാധിക്കുമോ? ഇതൊന്നും കാണുവാൻ സാധിക്കത്തില്ല. എന്നാൽ ഇതെല്ലാം നിത്യമായിട്ടുള്ള വിഷയങ്ങളാണ്. നാം വിശ്വസിക്കുന്ന ദൈവത്തെ പോലും നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട്. എന്നാൽ അതാണ് നിത്യമായിട്ടുള്ള വിഷയം. അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നാം ഈ വാക്യത്തിൽ വായിച്ചത്. എനിക്ക് കാണാൻ സാധിക്കാത്ത, എൻ്റെ ദൃഷ്ടിയാൽ, എൻ്റെ ഈ മാനുഷിക കണ്ണുകളാൽ എനിക്ക് കാണുവാൻ സാധിക്കാത്ത വിഷയങ്ങൾ ഉണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ദൈവവചനം വെളിപ്പെടുത്തുന്ന, എനിക്ക് കാണുവാൻ സാധിക്കാത്ത എന്നാൽ നിത്യതയിലുള്ള വിഷയങ്ങളുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം നിത്യതയെക്കുറിച്ച് സംസാരിക്കുന്ന വചനങ്ങളാണ്. ദൈവവചനം താൽക്കാലികമായിട്ടുള്ള വചനങ്ങളല്ല. നാം മനസ്സിലാക്കുന്ന സത്യം അതാണല്ലോ, എന്നേക്കും നിലനിൽക്കുന്നത് ദൈവവചനമാണ്, ദൈവത്തിന്റെ മൊഴികളാണ്, ദൈവം സ്വയമാണ്. ഇതൊന്നും കാണാത്ത വിഷയങ്ങളാണ്. കാണാത്തതിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു ദൈവജനം, നോക്കി പാർത്തിരിക്കുന്ന ഒരു ദൈവജനമാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിത്യമായിട്ടുള്ളതിനെ നാം നോക്കി പാർത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. മറ്റെല്ലാം താൽക്കാലികമാണ്. ഈ ലോകത്തിൽ നാം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. നിത്യതയിൽ മാത്രമാണ് നമുക്ക് എന്നേക്കും നിലനിൽക്കുന്ന കാര്യങ്ങളുള്ളത്. അത് ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കത്തില്ല, നമുക്ക് അത് അനുഭവിക്കുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നാം ഇതൊക്കെയും കാണും. നമ്മുടെ കർത്താവിനെ നാം കാണുമ്പോൾ, കർത്താവിന്റെ രണ്ടാം വരവ് വളരെ സമീപമാണ്. ഈ അന്ത്യനാളുകളിൽ നാം ജീവിക്കുമ്പോൾ, കർത്താവ് നമ്മളെ എതിരേൽക്കുവാൻ വരുമ്പോൾ, മധ്യാകാശത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ, ആ സമയത്ത് ചില കാര്യങ്ങൾ നാം കാണും. സ്വർഗത്തിൽ പോകുമ്പോൾ സ്വർഗം നാം കാണും. ആ സമയം വരെ അതിനെയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് ഈ ലോകത്തിൽ കാണുന്ന വിഷയങ്ങളെല്ലാം ഒന്നുമില്ല എന്ന് വിചാരിച്ച് പ്രാധാന്യം കൊടുക്കാതെ, പ്രാധാന്യം കൊടുക്കേണ്ട വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത്, തിങ്സ് ദാറ്റ് റിയലി മാറ്റർ, ശരിക്കും പ്രാധാന്യമുള്ള വിഷയങ്ങൾ, ലോങ് ടേം ആയിട്ടുള്ള, ദീർഘകാലം നിലനിൽക്കുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിത്യതയിൽ കാംക്ഷിച്ച് നമുക്ക് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങൾ ദൈവസന്നിധിയിൽ താഴ്ത്തുകയാണ്. കർത്താവെ, വീണ്ടും ഒരു ദിവസം, ആഴ്ചവെടുത്ത 1-ാം ദിവസം കർത്താവ് നൽകി. ഈ ദൈവത്തെ അറിഞ്ഞ് ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കി, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധന കർത്താവ് സ്വീകരിച്ചു, അതോർത്ത് സ്തോത്രം. കർത്താവെ, കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചു, അതോർത്ത് സ്തോത്രം. കർത്താവ്, എത്രയോ അത്ഭുതകരമായിട്ടുള്ള വിഷയങ്ങളാണ് ഞങ്ങളുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തു തീർത്തത്. അതൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി ഓർക്കുവാൻ, ഒന്നിച്ച് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, അനേകർ കർത്താവെ രോഗികളും ദുഃഖത്തിലായിട്ട് ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. പ്രായത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലോ കർത്താവെ. അവരെ വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ കുറിച്ചുള്ള ഉദ്ദേശം കർത്താവ് അത് പൂർത്തിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ദൈവവചനത്തിലൂടെ ഞങ്ങൾ കേൾക്കുകയായിരുന്നു കർത്താവെ, കാണുന്നതിനെ അല്ല, കാണാത്തതിനെ മനസ്സിലാക്കുവാൻ. കർത്താവെ, അതാണ് നിത്യമായതുള്ളത് മനസ്സിലാക്കി ജീവിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളാൽ മാത്രം അത് അസാധ്യമാണ്. കർത്താവിന്റെ വചനത്തിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്.
കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നടത്തിപ്പ് ഞങ്ങൾക്ക് ആവശ്യമാണ്. കർത്താവ് തന്നെ ഞങ്ങളെ നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കർത്താവെ നശ്വരമായിട്ടുള്ള ഈ ശരീരത്തിൽ, കർത്താവെ ഞങ്ങൾക്ക് പരിമിതമായിട്ടുള്ള ഞങ്ങളുടെ ബുദ്ധിശക്തിയിൽ കർത്താവ് ഈ കാര്യങ്ങളൊക്കെയും ചിന്തിച്ച് എടുക്കുവാൻ സാധ്യമല്ല. എന്നാൽ കർത്താവ് ഞങ്ങളെ ശരിയായ മാർഗത്തിൽ നടത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം സ്വർഗത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് ഈ കാര്യങ്ങളൊക്കെയും ഞങ്ങളെ കാണിക്കും. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ച വിഷയങ്ങളൊക്കെയും കർത്താവിന് പൂർണ്ണമായിട്ട് ബോധ്യത്തോടെ കർത്താവെ നിവർന്നു നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ച ഞങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രസാദകരമായിട്ട് കർത്താവിന് അനുയോജ്യമായിട്ട് ജീവിക്കുവാൻ, കാണാത്ത വിഷയങ്ങളെ മനസ്സിലാക്കി നിത്യതയിൽ കർത്താവെ കാണുന്ന ആ കർത്താവെ പ്രതിഫലം പ്രാപിക്കുന്ന വിഷയങ്ങൾ കർത്താവ് അതിൽ ശ്രദ്ധിച്ച് ജീവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ നൽകി തന്ന അവസരത്തിനായിട്ട് വീണ്ടും സ്തോത്രം. എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സർവ്വതും ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.